കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. 12 രാജ്ഞിമാരുണ്ടായിരുന്ന രാജ മാൻസിംഗ് അദ്ദേഹത്തിന്റെ ഓരോ രാജ്ഞിമാർക്കും ഓരോ മുറികൾ വീതം 12 മുറികൾ നിർമ്മിച്ച് ഓരോ മുറിയിൽ നിന്നും രാജാവിന്റെ മുറിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയും ഉണ്ടായിരുന്ന രാജസ്ഥാനിലെ ആംബർ കോട്ട. ജയ്പൂരിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ജയ്പൂരിലേക്ക് തലസ്ഥാനം മാറ്റുന്നതുവരെ കച്ച്വ രജപുത്രയുടെ തലസ്ഥാനമായിരുന്നു. രജപുത്ര മുഗൾ ശൈലികൾ സമ്മേളിക്കുന്ന തനതായ വാസ്തുകലാ ശൈലിക്ക് പ്രശസ്തമായ ആംബർ കോട്ട രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. കോട്ടയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കോട്ടക്കരിയിൽ മനോഹരമായ മഹോദ തടാകവും സ്ഥിതി ചെയ്യുന്നു. ആംബർ കോട്ടയുടെ പടിഞ്ഞാറ് വശത്ത് ചുവന്ന മണൽക്കല്ലിലും മാർബിളിലും നിർമ്മിച്ച ഈ ആകർഷകമായ സമ്പന്നമായ കൊട്ടാരം 4 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. രജപുത്ര മഹാരാജാക്കന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വസതിയായിരുന്നു ഈ കൊട്ടാരം. രാജസ്ഥാൻ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായി പോയി കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ആംബർ കോട്ട.